ഞാനിത് പറഞ്ഞതുകൊണ്ടോ നിങ്ങളിത് കേട്ടതുകൊണ്ടോ ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. എന്താണെന്നല്ലേ, പാവപ്പെട്ട ബിസ്മിർ എന്ന 37-കാരനെ ആ ആശുപത്രിയിലെ ജീവനക്കാർ കൂടി കൊന്നുകളഞ്ഞു എന്ന് തന്നെ പറയാം. അദ്ദേഹം ആ ആശുപത്രിയിലേക്ക് വന്ന സമയത്ത് ആ ജീവനക്കാരൊന്ന് ഗൗനിച്ചിരുന്നെങ്കിൽ, ഒന്ന് CPR കൊടുത്തിരുന്നെങ്കിൽ അയാൾ ഇന്ന് നമ്മോടൊപ്പം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അസ്വസ്ഥതകളുണ്ടായിട്ടും മരണവെപ്രാളമുണ്ടായിട്ടും അദ്ദേഹം ആ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് തന്നെ പോകാൻ കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണമായിരിക്കാം. ഒരു പാവപ്പെട്ട മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹം ആ ഗവൺമെൻറ്റിലേക്ക് തന്നെ ആശ്രയം നടത്തിയത്. അവിടുത്തെ ജീവനക്കാർ, നാമൊക്കെ ടാക്സ് കൊടുത്ത് നമ്മുടെ ടാക്സ് കൊണ്ട് ശമ്പളം മേടിക്കുന്ന അവിടുത്തെ ജീവനക്കാർ അദ്ദേഹത്തെ പരിഗണിച്ചില്ല, ഗൗനിച്ചില്ല. മനുഷ്യന് ഒരു പട്ടിയുടെ വില പോലുമില്ലാത്ത നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താലേ. നമ്മുടെ കേരളം ആരോഗ്യമേഖല 1-ാം സ്ഥാനത്താണ്. മറ്റു ഇതര സംസ്ഥാനങ്ങൾ നമ്മുടെ കേരളത്തെ ആരോഗ്യമേഖലയെക്കുറിച്ച് പറയാൻ 1000 നാവുകളാണ്. പക്ഷേ അവിടുത്തെ ചില ജീവനക്കാരാണ് ഇതിനെല്ലാം കാരണം. ഈ വീഴ്ച വരുത്തിയ ജീവനക്കാർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ.